ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിൻ്റെ 20ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് വിശദമായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് ഡ്യൂറൻഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ഫിക്സ്ചറുമായി ബന്ധപ്പെട്ടതാണ്. അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജംഷഡ്പൂർ FCയെ പരാജയപ്പെടുത്താൻ മോഹൻ ബഗാന് കഴിഞ്ഞിരുന്നു. കൂടാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തകർപ്പൻ വിജയം നേടുകയും ചെയ്തു. ഡ്യൂറൻഡ് കപ്പിൻ്റെ ആദ്യത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഡൽഹിയും ഈസ്റ്റ് ബംഗാളും തമ്മിലാണ് ഏറ്റുമുട്ടുക. രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിലാണ് മോഹൻ ബഗാനും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുക. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് അത് ഡയമണ്ട് ഹാർബർ FCയുമായി ബന്ധപ്പെട്ടതാണ്. ISLൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള ഫീയുടെ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഡയമണ്ട് ഹാർബർ FC ഇപ്പോഴും നൽകിയിട്ടില്ല. കുറച്ച് ദിവസം കൂടി അനുവദിക്കണമെന്ന് ഇവർ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1-2 ദിവസം കൂടി ഫെഡറേഷൻ ഇളവ് നൽകിയേക്കും. അതിനുള്ളിൽ ഈ പണം അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ ഇത്തവണത്തെ ISL കളിക്കാൻ ഡയമണ്ട് ഹാർബർ FC ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ താരം അത് ലീ ഇർവിനാണ്. സൂപ്പർ താരങ്ങളെ വാരിക്കൂട്ടുന്ന ആ പ്രക്രിയ ചെന്നൈയിൻ FC ഇപ്പോഴും തുടരുകയാണ്. മുന്നേറ്റ നിരയിലേക്ക് ഒരു കിടിലൻ സ്ട്രൈക്കറെ ചെന്നൈയിൻ FC ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞു. സ്കോട്ടിഷ് സ്ട്രൈക്കറായ ലീ ഇർവിനെയാണ് ചെന്നൈ സ്വന്തമാക്കിയിട്ടുള്ളത്. 32 വയസ്സുള്ള ഈ താരം കരിയറിൽ 100-ൽ പരം ഗോളുകൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ 6 ഗോളുകളും 3 അസിസ്റ്റുകളും ജോർദാനിലെ ടോപ്പ് ഡിവിഷനിൽ സ്വന്തമാക്കിയ താരമാണ് ലീ ഇർവിൻ. ഇംഗ്ലീഷ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡിന് വേണ്ടി ഇദ്ദേഹം മുൻപ് കളിച്ചിട്ടുണ്ട്. സ്കോട്ട്ലാൻഡിൻ്റെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു മികച്ച താരത്തെയാണ് ഇപ്പോൾ ചെന്നൈയിൻ FC കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നാലാമത്തെ താരം അത് നിഷുകുമാറാണ്. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്ന ഈ താരം ഏറ്റവും ഒടുവിൽ ഇന്റർകാശിക്ക് വേണ്ടിയാണ് കളിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം ക്ലബ്ബ് വിടുകയാണ് എന്ന ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഐ ലീഗ് ക്ലബ്ബായ ശ്രീനിധി ഡക്കാന് വേണ്ടിയായിരിക്കും താരം ഇനി കളിക്കുക. 2 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് പുതിയതായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.